അതുകൂടാതെ ഇപ്പം ചില രാജ്യത്ത് പാർട്ട് ടൈം ജോബ് ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ പലരും അങ്ങനൊരു തിങ്കിങ്ങിലായിരിക്കും പോകുന്നത്. ഉം. ചിലയിടത്ത് ഇത്ര ഹവേഴ്സേ പറ്റുള്ളൂ. ഇത്ര മണിക്കൂറുകൾ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പല രാജ്യങ്ങളിലും റെഗുലേഷൻസ് അതെ, ഉണ്ടെന്ന് അതെ. തോന്നുന്നു. ഉം. അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട അത് നമ്മള് കാര്യങ്ങൾ? പോകുന്നതിന് മുമ്പ് നമ്മളതും അറിഞ്ഞിരിക്കണം. ഇപ്പം ആം. ഇപ്പൊ ഒരു കൺസൾട്ടൻസി ത്രൂ ആണ് കംപ്ലീറ്റ് പ്രോസസ്സും ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, മിക്കവാറും കൺസൾട്ടൻസികള് അവര് ഒരു പാർട്ട് ടൈം ജോബ്സിനും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്കീം കാണാറുണ്ട്. ശരി, ശരി. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ പ്രോസസ്സിംഗ് കാര്യങ്ങൾ മാത്രമേ അവരെ ഏൽപ്പിക്കുന്നുള്ളൂ. ഉം. ബാക്കിയുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയുമായിട്ട് ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ. നിങ്ങൾ അവിടെ ചെന്നതിന് ശേഷം ഒരു പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കേണ്ടി വരും. ശരി, അതിന് ശരി. നമ്മൾ ഇവിടെ പറയുന്ന പോലെ ഇവിടെ നമ്മളൊരു ജോലിക്ക് എങ്ങനെയാണോ ചെയ്യുന്നത്, ആ ഉം, ഉം. രീതിയില് നമ്മള് സിവി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വേക്കൻസീസ് വരുന്നതനുസരിച്ച് അപ്ലൈ ചെയ്ത് ശരി. അങ്ങനെ പോവാ. പാർട്ട് ടൈം ജോബിന് പറഞ്ഞ പോലെ ടൈമുണ്ട്. സ്റ്റുഡന്റ്സിന് വീക്ക്ലി 20 അവേഴ്സേ ഉള്ളൂ. മാക്സിമം വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഈ 20 20 ഹവേഴ്സ്. അവേഴ്സിൽ തന്നെ 20 അവേഴ്സ് അവര് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഉം. ഒരു 10 15 ഒക്കെ മാക്സിമം ഉള്ളൂ അവര് ഉം. കൊടുക്കാറുള്ളൂ. പിന്നെ അവരുടെ ആ ഒരു ടൈമിനനുസരിച്ച് ഇവര് ചെയ്യുന്ന ആ ഒരു ജോലിയുടെ ശരി. സ്വഭാവത്തിനനുസരിച്ച് ചിലപ്പം കൊടുക്കും. ഇപ്പം ഉം. മക്ഡൊണാൾഡ്സിലൊക്കെ ഉം. ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 20 അവേഴ്സും കൊടുക്കും. കാരണം ഉം. നല്ല തിരക്കുള്ള അതെ, ഒരു അതെ, ഇതാണ്. അതെ. അപ്പൊ ആ ഒരു ഇതിനനുസരിച്ച് ഒരു വ്യത്യാസങ്ങൾ വരും. പിന്നെ ഇവർക്ക് ഇപ്പം അവധിയുള്ള ടൈം ആണെന്നുണ്ടെങ്കിൽ ഉം. അതായത് ക്യാമ്പസിൽ പോകേണ്ട ഉം. ആവശ്യമില്ല. ഉം. അങ്ങനത്തെ ഒരു ടൈം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 40 അവേഴ്സ് വരെ വർക്ക് ചെയ്യാം വീക്ക്ലി. ഓക്കെ, ഓക്കെ. അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്.